അപ്പോൾ ഞാനിന്ന് പാവയ്ക്ക പച്ചടി വെക്കാൻ പോയാ കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 കിലോ പാവയ്ക്കയാണ്, 2 പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നൈസാക്കിയാണ് അരിഞ്ഞേക്കണത്, എന്നാലേ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇത് ഞാനൊന്ന് കുറച്ച് ഉപ്പുപൊടി ഇട്ട് ഇതൊന്ന് പുരട്ടി വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഉപ്പ് പുരട്ടി ഒന്ന് വെച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിനാവശ്യമായിട്ടൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ 1 മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറുജീരകം എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങൾ, ഈ പീരയും ജീരകവും കടുകും പച്ചമുളകും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല, അരക്കുന്നത് ഞാൻ തൈരിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പീരയും പച്ചമുളകും കടുകും ജീരകവും നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തൈരിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെണ്ണ പോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പാവക്ക ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കണം. വാട്ടിയല്ല, ഒരുവിധം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം പാവക്ക ഇട്ട് കൊടുക്കാം. 2 സ്റ്റെപ്പായിട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാവക്ക ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓവറായിട്ട് ഇത് മുരിക്കണില്ല, അത്യാവശ്യത്തിന്. അപ്പം ഞാനിത് കോരി മാറ്റുകയാണ്, ഇതിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് കോരി മാറ്റുകയാണ്. നമ്മൾ പാവക്കയൊക്കെ വറുത്ത് കോരി മാറ്റി ആ പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച്, എണ്ണ കാഞ്ഞിട്ടുണ്ട്, നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സമയത്ത് ഇതാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ തൈരിട്ട് മിക്സ് ചെയ്തതാണ്. ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്തോരി വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കി കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഭവം, പാവയ്ക്ക പച്ചടി. പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്.